അല്ല, കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പോലും താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നില്ല, അത് ആരും വിചാരിക്കേണ്ടതാണ്. ഇപ്പൊ താങ്കൾ തള്ളി പറയുക മാത്രമല്ല, കടന്ന് ആക്രമിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായ ഒരു മനമാറ്റത്തിന് കാരണം? എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയതല്ല, കൊടും ചതി എന്നോട് നടത്തിയിട്ടില്ല. എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ല ചെയ്യുന്നത്. ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പോൾ പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം. എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ച പിന്നെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കി പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെന്റ് PV അൻവറിനെ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം. അതിന് തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ വന്നല്ലോ, പോലീസ് എടുക്കേണ്ട പണി PV അൻവറിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു, അല്ലേ? നല്ല മുഖം തിരിഞ്ഞെങ്ങനെ എടുക്കണം? ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 188 കേസ് എവിടൊക്കെ ഈ ബോംബ് എത്തും അറിയുള്ളൂ. ഞാൻ ബാക്കിൽ നിൽക്കും, സംഘം മുന്നിൽ നടക്കും, ഞാൻ ബാക്കിൽ നിൽക്കും. ഏത് ഞാൻ കേരളത്തിലല്ലേ, മലയാളത്തിലല്ലേ ഇതുവരെ പറഞ്ഞത്, അല്ലേ? ഇനിയിപ്പോ പറഞ്ഞു നിങ്ങൾ കണക്കൂട്ടു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഒരിക്കലുമില്ല. മലപ്പുറത്തെ നേതാക്കന്മാർ പച്ച സാധുക്കളാണ്. നമ്മൾ അറബിയിൽ പറയുന്നു ഐഫ് എന്ന്, ക്ഷീണിതര. അവർക്ക് ഇത് സഖാക്കളെ പറയില്ല. അത്ര അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ. ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പരമാവധി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്. ഇതൊക്കെ നേരെ ആകാശത്തൂടെ പോവില്ലേ? ഇത് കൊണ്ടോട്ടിന്ന് ഇഷ്യൂ എന്ന് പറയുന്നത്. മലപ്പുറത്ത് വന്നാൽ വളവൊക്കെ കയറിയിട്ട് പാർട്ടി ഓഫീസിന്റെ ഉള്ളിൽ കൂടെ നല്ലത് പോകുന്നത്. അങ്ങനൊന്നും അഭിപ്രായം എനിക്കില്ല, ഇല്ലാത്തത് ഞാൻ പറയില്ല. എന്തിനാണ് അവിടെ സ്വർണം കടത്തിയിട്ട് ഇവിടെ പൂരം കലക്കണമെന്ന്? പൂരം കലക്കാൻ ഇവിടെ തന്നെ പണി വേറല്ലേ? അതും ഇതൊക്കെ എന്തിനാ കൂട്ടിക്കെട്ടണം? ഒരാവശ്യമില്ല മാഷേ.